ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബാലുശ്ശേരിയിലുള്ള ലാവണ്യ ഇ മാർട്ടിലാണ്. ഓണത്തിന് ഒരുപാട് ഓഫറുകളൊക്കെ ഇ മാർട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, കാണാം. വരും. അപ്പം ലാവണ്യ ഇ മാർട്ടിൻ്റെ ഷോറൂം നമ്മൾ കണ്ടല്ലോ. ഇത് ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ്. അപ്പുറത്തെ ടി വി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സും ഉണ്ട് ഇവിടെ. കാരണം ഓണത്തിന് ഗംഭീരമായിട്ടുള്ള ഓഫറുകൾ ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചറിയാം. ഇ മാർട്ടിൻ്റെ ലാവണ്യ ഇ മാർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ട് സൈഡിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിൽ കാണാനും അതുപോലെ തന്നെ അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും എടുത്തു നോക്കാനൊക്കെ പ്രൈസ് ലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കാനൊക്കെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പിൻ്റെ ഭാഗത്ത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സൗകര്യങ്ങളാണിത്. ഇത് കിച്ചൺ ക്രോക്കറി ഐറ്റംസ്. കാരണം വാഷിംഗ് മെഷീൻ നമ്മൾ താഴെ നിന്ന് കണ്ടു. ഇത് ഗ്യാസ് അടുപ്പുകൾ, അതുപോലെ തന്നെ മിക്സി, ഗ്രൈൻഡേഴ്സ്, പിന്നെ പ്രഷർ കുക്കറുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഗ്ലാസ് ഐറ്റംസൊക്കെ അപ്പുറത്തുണ്ട്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, നമുക്ക് ചോദിച്ചോളൂ. നമസ്കാരമുണ്ട്. എന്താ വിശേഷം? നല്ല വിശേഷം. ഓണം അങ്ങനെ പോകുന്നുണ്ട്. 15-ാം തീയതി 16-ാം തീയതി ഇന്ന് ഓണത്തിന് അന്നത്തെ ദിവസങ്ങളിൽ എവിടേക്കെങ്കിലും പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ ഫാമിലിയിൽ? ഇതുവരെ പ്ലാനൊന്നും ചെയ്തില്ല. ഇനി അങ്ങോട്ട് പ്ലാൻ ചെയ്യണം അല്ലേ? ഇവിടെ ഈ ഭാഗം കിച്ചൺ ക്രോക്കറി ഐറ്റംസ് ആണ് അല്ലേ? തിരക്ക് വരുന്ന സമയങ്ങളെപ്പോഴാണ്? വൈകുന്നേരങ്ങളിലാണോ? വൈകുന്നേരമാണ്, ഒരു 6 മണിക്കാണ്. എത്ര മണി വരെ ഡ്യൂട്ടി ഉണ്ട്? എനിക്ക് 6:30 വരെ. രാവിലെ എത്ര മണിക്ക്? 9:30. 9:30 മുതൽ 6 മണി. 6:30. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം? കോക്കല്ലൂർ. കോക്കല്ലൂർ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ബാലുശ്ശേരിയിൽ നിന്ന് കൊയിലാണ്ടിലേക്ക് പോകുന്ന റൂട്ടിൽ അല്ലേ? അദ്ദേഹം സാർ ഒന്ന് വരൂ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. പേര് പറയാം. ഇവിടെ ഒരുപാട് വർഷമായോ? 3 വർഷമായി. അപ്പം സെയിം. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ, ഇത് ഏത് ഭാഗത്താണ്. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ തന്നെയല്ലേ ഇത് അറേഞ്ച് ചെയ്തെടുത്ത് വെക്കുന്നത്? എന്തൊക്കെ ഓഫറുകളുണ്ട് ഇവിടെ? ഓഫറുകൾ ഇപ്പം കുക്കർ, അതുപോലെ തന്നെ മിക്സി, നോൺ സ്റ്റിക്ക് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാത്തിനും ഓഫറുണ്ട്. കമ്പനി അല്ല, ലാവണ്യ ഇ മാർട്ട് കൊടുക്കുന്നു. ഇ മാർട്ടിൻ്റെ ഓഫറുണ്ട്, കമ്പനി ഓഫറുണ്ട്. അത് ഞാൻ താഴെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വരിക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നിങ്ങളാണല്ലോ, ഈ സ്ത്രീകളാണല്ലോ കിച്ചണിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച ആ ഒരു ഐഡിയ കൂടെ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നത്. സുഖമായിരിക്കുന്നല്ലോ. ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു. ലാവണ്യ ഇ മാർട്ടിൻ്റെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് ചേച്ചിമാരെ നമ്മളോട് പറഞ്ഞു എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്നുള്ളത്. ബാക്കി പ്രേംജിത്ത് നമ്മളോട് സംസാരിക്കും. ലാവണ്യയിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ, എൻ്റെ ഒരു വളരെ അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഇവിടെ അദ്ദേഹം വർക്ക് ചെയ്യാണ്. പിന്നെ ഇതാണ് പ്രേംജിത്താണ്. കാരണം എനിക്ക് തോന്നുന്നത് ലാവണ്യ ഇ മാർട്ടിൻ്റെ ഒരു പൾസ് ഇദ്ദേഹത്തിൻ്റെ, കാരണം ലാവണ്യ ഇ മാർട്ടിൻ്റെ ഐഡിയാസ്, അതായത് ഓഫേഴ്സ് ഐഡിയാസൊക്കെ എനിക്ക് തോന്നുന്നു പ്രേംജിത്തിലൂടെയാണ് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രേംജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഓഫറുകൾ? എന്തിനൊക്കെയാണ് ഓഫറുകൾ വെച്ചേക്കുന്നത്? നമ്മളിവിടെ ടി വിക്ക് ഓഫറുണ്ട്, ഫ്രിഡ്ജിന് ഓഫറുണ്ട്, AC, ഇവിടുത്തെ എല്ലാ ഇലക്ട്രോണിക്സ് സാധനങ്ങളും ഓഫറുണ്ട്. എങ്ങനെയാണ് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ആണോ? അതോ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടി വി നമുക്ക് സ്മാർട്ട് ടി വി തുടങ്ങുന്നത് 8,900 3 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് 10,900 ഫ്രിഡ്ജ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പം 12,900 വരുന്നത്. പിന്നെ AC ഓഫേഴ്സ് ഉണ്ട്. 24,500 മുതൽ AC ഓഫറുണ്ട്. അതെ അതെ. പിന്നെ മിക്സി അങ്ങനെയുള്ള മിക്സി എല്ലാത്തിനും ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റുള്ള ബ്രാൻഡ് ഷോപ്പുകളെക്കാട്ടിലും ഇ മാർട്ടിന് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ബാലുശ്ശേരിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ഇവിടെ നിങ്ങളുടെ സമീപനവും കസ്റ്റമേഴ്സിനുള്ള ആ ബിഹേവിങ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വർഷം അല്ലേ? അതെ, തീർച്ചയായും. എനിക്ക് തോന്നുന്നു പ്രേംജിത്ത് വന്നിട്ട് എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ 1 വർഷമായിട്ട് വരും. അതെ. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ പൾസ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെ. ഒരു കലാകാരനാണ്. പാട്ട് പാടുമോയെന്ന് ചോദിച്ചാൽ ഇപ്പം പാടൂല എന്നൊക്കെ പറയും. എന്നാലും നമുക്ക് വേണ്ടി ഒരു 4 പേര് പാടാം അല്ലേ? ഇളയനില ഒഴുകിറത് ഉല പോകുമേഘം കന കാണുമേ
വിയക്കാടുമേ വാനമേ ഇളയനില ഒഴുകിറതേ ഇതയം വരെ നനക്കിറതേ. താങ്ക് യു. ഒരു മാറ്റമില്ല അല്ലേ? അതേപോലെ തന്നെ ആ ഫേസിലും ഒരു മാറ്റമില്ല, നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം, ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അങ്ങനെ ലാവണ്യ ഇമാർട്ടിൻ്റെ പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ കയറുകയാണ്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ കിച്ചൺ ഐറ്റംസുകളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. ചെറിയ ചെറിയ എന്താ പറയുക, സ്പൂണ് മുതൽ പിന്നെ ബ്രഷസ്, അതേപോലെ പിന്നെ വലിയ വലിയ ചെമ്പ് പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ലാവണ്യയിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ പുറത്തേക്കോ പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു കുടക്കീഴിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലും ചേച്ചിമാരുണ്ട്, നമുക്ക് പരിചയപ്പെടാം ചേച്ചിനെ. ഉച്ചവരെ ഉള്ള ആ ഒരു തിരക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചി പേര് പറഞ്ഞു. സ്വപ്ന. സ്വപ്ന. എവിടെയാണ് താമസിക്കുന്നത്? വാഗയാട്. വാഗയാട് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തായിട്ട്? നടുവണ്ണൂര്. ഇവിടെ ഒരുപാട് വർഷമായി. ഇവിടെ ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ലാവണ്യയിൽ വന്നിട്ട്? നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ടോ? പിന്നെ അതേപോലെ തന്നെ ഏത് സമയത്തൊക്കെ ജോലിയിലേക്ക് വരല്? രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെ? എനിക്ക് ഇവിടെ 10 മണി മുതൽ 8 മണി വരെ. പിന്നെ നല്ല ഡീലിങ്സ് ആണ്. നല്ല ഒരു വർഷമായിട്ട്, ഒരു വർഷം പോയത് അറിഞ്ഞില്ല ഇവിടെ ജോലിയുണ്ട്. നല്ല ഒരാളും കൂടി ഉണ്ട്. ഓ പോയിട്ടോ, അവിടെ തിരക്കാണ്, ആ തിരക്കിൻ്റെ കൂടെ. പിന്നെ ഓണം ഈ പ്രാവശ്യം എങ്ങനെ ആഘോഷിക്കാനുള്ള പ്ലാനിങ്? ഓണം അടിപൊളിയായിട്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, പിന്നെ ഹസ്ബൻഡ്, മോന് ഹർജിത്ത്. എത്രാം ക്ലാസ് പഠിക്കും? മോന് ഇത് ഓട്ടോമൊബൈൽ കഴിഞ്ഞ. നിങ്ങളുടെ വീടാണോ നടുവണ്ണൂർ? ചേട്ടൻ്റെ വീട് നന്മണ്ട. അപ്പം ഇനി ഓണത്തിന് നന്മണ്ടേന്ന് നടുവണ്ണൂർക്ക് പോകണം അല്ലേ? വാഗയാടാ. അങ്ങനെയല്ല, ഉച്ചയ്ക്ക് ശേഷം, അങ്ങനെ ഓണത്തിന് ഉച്ചയ്ക്ക് ശേഷം അമ്മ വീട്ടിലേക്ക് പോകാന്നുള്ളതല്ലേ? അങ്ങനെ ഒന്ന് പോകണം. ഓക്കെ, സന്തോഷം. പരിചയപ്പെട്ടു. ഓണാശംസകൾ. ഇപ്പോൾ ലാവണ്യ ഇമാർട്ടിൻ്റെ പാർട്ട്നേഴ്സ് ഇവിടെ ഉണ്ട്. 3 പേരും നല്ല തിരക്കിലാണ്. നെയ്ംക, നൗഫൽക്ക, പിന്നെ നെയ്ംക. അങ്ങനെ ഒരു എന്ന് വെച്ച് തുടങ്ങുന്ന 3 പേരുകളാണ്. നല്ല രസമുള്ളൊരു പേരാണ്. ഏതായാലും ഇവിടെ വന്നു. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും നമ്മുടെ ചാനലിലൂടെ ലാവണ്യ ഇമാർട്ടിനെ കാണുന്നുണ്ട്. ഇമാർട്ടിലെ ഓഫറുകളെക്കുറിച്ച് അറിയുന്നുണ്ട്. ഇമാർട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ അതിൽ ഒരുപാട് സന്തോഷം. എൻ്റെയും ബാലുശ്ശേരിയിലുള്ള ലാവണ്യ ഇമാർട്ടിൻ്റെയും സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.